ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചാൽ അടുക്കളയിലേക്ക് കയറിയതാണ്. പിന്നെ ചിക്കൻ വറക്കണമല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ ഒരു മടി. എന്നാൽ പിന്നെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ലാസ്റ്റ് തീരുമാനിച്ചു. അങ്ങനെ ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇറച്ചി മസാലയും ഗരം മസാലയും ബിരിയാണി മസാലയും ഒക്കെ ചേർത്ത്, ഇത് പിന്നെ പ്രൊഫഷണൽ ബിരിയാണി ഒന്നുമല്ല, എൻ്റേതായിട്ടുള്ള സ്റ്റൈലിലുള്ള ബിരിയാണിയാണ്. കുറച്ച് ഉപ്പുപൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഞങ്ങൾ മാറ്റി വെച്ച്. പിന്നെ കുക്കറിലോട്ട് എണ്ണയൊഴിച്ച് നെയ്യ് കുറേ നോക്കി കണ്ടില്ല, അല്ലെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ ഒന്നും കാണാറില്ല. പിന്നെ കുറച്ച് ഉള്ളിയും കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് വാട്ടിയെടുത്ത് തക്കാളിയും ഒക്കെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റും ആക്കിയത് ഇട്ട് ചേർത്തു. പിന്നെ നല്ല ഒച്ചപ്പാടുണ്ട്. വീഡിയോ എടുത്ത് വെച്ചത് കുറേ മുന്നേ ആണെങ്കിലും ഡബ് ചെയ്യുന്ന ഹോസ്റ്റലിൽ വന്നിട്ടായതുകൊണ്ട് നല്ല ഒച്ചപ്പാടും ബഹളമുണ്ട്. പിന്നെ ഇതേപോലെ ചിക്കൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ടു. നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു വിസിൽ വരെ അടച്ച് വെച്ചങ്ങോട്ട് വേവിച്ചു. കറക്റ്റ് ഒരു വിസിലായപ്പോഴേക്കും ചിക്കൻ പാതി വെന്തിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. പിന്നെ കഴുകി വാരി വെച്ച അരിയും അതിലേക്കിട്ട് വെള്ളം ഒഴിച്ചു. 1.5 ഗ്ലാസ് അരി എടുത്ത് 3 ഗ്ലാസ് എന്ന രീതിയിലാണ് വെള്ളം വരുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഞാൻ 2.5 ഗ്ലാസ്സേ ഒഴിച്ചോളൂ. നന്നായിട്ട് ഇളക്കി ഉപ്പും ക്യാരറ്റും മല്ലിയിലയും പുതിനയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കുക്കറങ്ങ് മൂടി വെച്ച് ഒരു വിസിലങ്ങ് അടുപ്പിച്ചു. കറക്റ്റ് ഒരു വിസിലായപ്പോഴേക്കും ബിരിയാണി റെഡിയായി. ബിരിയാണി എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ തുടങ്ങിയെങ്കിലും അവസാനം ഇറച്ചിച്ചോറിൻ്റെ ഏതോ രീതിയിലേക്കായിട്ടാണ് വന്നത്. പക്ഷേ ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ. ബൈ ബൈ.